ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ 2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്നും പിന്നെ 1/2 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറുപയർ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്താൽ അവരറിയാതെ തന്നെ അവർ കഴിച്ചോളും. ഇനി ഇതെല്ലാം നന്നായി കഴുകി നമ്മൾ കുതിർക്കാൻ വെച്ചു. കുതിർത്ത് കഴിഞ്ഞിട്ട് നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം, സാധാരണ മാവ് ചെയ്യണ പോലെ തന്നെ. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പുളിപ്പിക്കാൻ വെക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇഡ്ഡലിയോ ദോശയോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ.